എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ ലൂസിഡ് ഡ്രീം വഴി നിങ്ങൾക്ക് എങ്ങനെയാണ് ഹീൽ ചെയ്യാനായിട്ട് പറ്റുക. ഈ ലാക്ക് ഓഫ് ലവ്, സ്നേഹം ഒരിടത്തു നിന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നതൊരു ലൈഫിലൊരു ട്രാജഡിയാണ്. അതിൽ നിന്ന് നമുക്കൊരു ഡീപ്പ് റിലേഷൻഷിപ്പിനകത്തോട്ടും ഡീപ്പ് ലവിലേക്ക് നമുക്ക് എങ്ങനെ പോകാനായിട്ട് പറ്റും? ഹൃദയം ശൂന്യമായി നിൽക്കുന്നുണ്ടോ? സ്നേഹം നമുക്ക് അനുഭവിക്കാനേ പറ്റുന്നില്ല, സ്നേഹം കിട്ടുന്നില്ലേ? അപ്പോൾ ലൂസിഡ് ഡ്രീമിങ്ങിനകത്ത് വെച്ച് നമ്മുടെ ഈ സ്നേഹം സ്വീകരിക്കാനും സ്നേഹം കൊടുക്കാനുമുള്ള കപ്പാസിറ്റി നമുക്ക് ഇനോർമസ് ആയിട്ട് വളർത്താനായിട്ട് പറ്റും. അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ഒരുപാട് സൃഷ്ടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഹൃദയം യഥാർത്ഥത്തിൽ തുറക്കും. അപ്പോൾ അവിടെ നമുക്കൊരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ പലരുമായിട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സ്വയം പരിശീലിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു ഉള്ളിലെ നെറ്റ്വർക്ക് ഇതോടുകൂടി വർദ്ധിപ്പിക്കുകയാണ്. നമുക്ക് ഈ ബന്ധങ്ങളിൽ പലപ്പോഴും ചില ആൾക്കാരും വാം അല്ല. അപ്പോൾ സ്വപ്നത്തിൽ നമ്മൾ ഈ അഫക്ഷൻസിൻ്റെ മൊമെൻറ്റ്സ് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥ ലൈഫിൽ നമുക്കിത് ഈ ക്ലോസ്നെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനോ ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനോ പറ്റും. പിന്നെ ചില ആൾക്കാർക്ക് സെൽഫ് ലവ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ലൂസിഡ് ഡ്രീമിങ്ങിനകത്താകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെയുള്ള ആദരവും സ്നേഹമൊക്കെ ഒരുപാട് വളർത്താനായിട്ട് പറ്റും. അപ്പോൾ നമുക്കതിൽ കൂടെ ഒരു ആത്മസ്നേഹം വളർത്താനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു പാസ്റ്റ് ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട്, സ്നേഹം കിട്ടാത്തത് കൊണ്ട്. അത് നമ്മൾ അതിലൊരുപാട് അലഞ്ഞിട്ടുണ്ടോ, ദാഹിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന എല്ലാ മോശമായിട്ടുള്ള ബിഹേവിയറും ഈ സ്നേഹം ഡിനൈ ചെയ്യുമ്പോഴുള്ള ഡിസ്റ്റോർഷനിൽ നിന്ന് നമുക്ക് സംഭവിക്കുന്നതാണ്. ലൂസിഡ് ഡ്രീമിങ്ങിലാണെങ്കിൽ നമുക്ക് വളരെ സ്നേഹപുരസരമുള്ള കോൺവെർസേഷൻസ് നടത്താം. ഇമോഷണൽ റിലീഫ് നമുക്ക് അപ്പം മുതൽ കിട്ടുന്നു, അടുത്ത ദിവസങ്ങളിലെല്ലാം. അപ്പോൾ തുടർന്ന് പോകുമ്പോഴത്തേക്ക് ശക്തമായ ഹീലിംഗ് നടത്തുന്നു. അപ്പോൾ നമുക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ സ്വപ്നത്തിൽ വെച്ച് നമുക്ക് സെക്യൂർഡ് ആയിട്ടുള്ളൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, വിശ്വാസം വളരും. അതുപോലെ തന്നെ നമ്മൾ ലോൺലിനെസ് ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ നമുക്കൊരു ലവിങ് കമ്പാനിയൻഷിപ്പ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കവിടെ ഒരു കണക്ഷൻ, ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണക്ഷൻ എടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹം കാണും, പക്ഷെ പറയാനൊരു ധൈര്യമില്ല. അപ്പോൾ അവരുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ മാറിപ്പോകും. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ഇതിൻ്റെ ഒരു ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആരോടും മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്കത് ഈസി ആയിട്ട് ഒരു സങ്കോചവുമില്ലാതെ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ആരോടും പറയാനായിട്ടുള്ള കഴിവുണ്ടാവും. പിന്നെ അഫെക്ഷൻ പ്രകടിപ്പിക്കാൻ മടി തോന്നിക്കുക, നമുക്കത് സ്വപ്നത്തിൽ ചെയ്താൽ പിന്നെ റിയൽ ലൈഫിനകത്ത് വളരെ ഓപ്പൺനെസ്സോട് കൂടി കൊണ്ടുവരാം. ചില ആൾക്കാർക്ക് റിജക്ഷൻ ഭയങ്കര ഭയമാണ്. നമ്മുടെ ഒരു ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതിന് പകരം നമ്മളൊരു അൺകണ്ടീഷണൽ ലവ് നമ്മൾ സ്വപ്നത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ വരുന്ന ഫിയർ ഒട്ടും ഇല്ലാതെ വരും. ഈ ജർമ്മനിയിൽ ഹൈഡൻബർഗ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ ഈ മൈക്കൽ ഷാർലിച്ച് എന്ന് പറയുന്ന 2012 അദ്ദേഹം ഒരു ഈ പഠനം ശരിക്കും നടത്തി. നമുക്ക് ഈ ലൈഫിൽ നമുക്ക് പലതിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിരിക്കുന്ന ആൾക്കാർക്ക് ഈ ലൂസിഡ് ഡ്രീമിംഗ് കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ്. ലോകം മുഴുവൻ അത് പ്രചരിച്ചിട്ടുണ്ട് അതിന് ശേഷം. അപ്പോൾ നമുക്കത് നമ്മുടെ ലൈഫിന് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാം, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഒരുപാട് കൂടും. ഒരുവിധപ്പെട്ട പ്രോബ്ലംസ് എല്ലാം, അപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ പ്രോബ്ലംസും തന്നെ നമുക്ക് സ്വപ്നത്തിൽ വെച്ച് നമുക്ക് പരിഹാരം കണ്ടുപിടിക്കാം. ഒരുപക്ഷെ സ്വപ്നത്തിൽ വെച്ച് അത് മുഴുവൻ തീർന്നൊന്നും വരത്തില്ല. സ്വപ്നത്തിൽ വെച്ച് നമുക്കതിനെല്ലാം പരിഹാരം കണ്ടെത്താം. അത് പിന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ വളരെ അകലത്തിലാണോ? അപ്പോൾ സ്വപ്നത്തിൽ നമുക്കാണെങ്കിൽ ഒരു ലവിങ് ഇൻട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നമുക്ക് അതിനൊരു ടെൻഡൻസി വരുവാണ്. നമ്മൾ ഈ സ്വപ്നത്തിൽ പല ദിവസം പ്രാക്ടീസ് ചെയ്ത കാര്യം നമ്മൾ റിയൽ ലൈഫിൽ ചെയ്യാനായിട്ട് നമുക്കൊരു ടെൻഡൻസി വരുവാണ്. ഒരു ഇമോഷണൽ ഇൻറ്റൻസിറ്റി കുറവാണോ? അത് നമുക്ക് പക്ഷേങ്കിൽ നമുക്ക് സ്വപ്നത്തിലൊരു ഡീപ്പ് കോൺവെർസേഷൻ നടത്തി അതിങ്ങനെ പരിശീലിച്ചതിന് ശേഷം ക്ലോസ്നെസ്, ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ ക്ലോസ്നെസ് നമുക്ക് ഒരുപാട് വർദ്ധിപ്പിക്കാം. ഇനി സെൽഫ് വർത്ത് കുറവായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് സ്വപ്നത്തിൽ സെൽഫായിട്ട് അപ്രിസിയേറ്റ് ചെയ്യുക. ആ അപ്രിസിയേഷൻ നമ്മൾ തന്നെ കൊടുത്തു കഴിയുമ്പോൾ, അതല്ലെങ്കിൽ ഒരുപാട് പേര് നമുക്ക് ആ അപ്രിസിയേഷൻ തരുന്നത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന മൈൻഡ് ഇങ്ങനെ തുറന്നു വരും, നമ്മളിൽ ആത്മബോധം ഉയരും. അതുപോലെ തന്നെ ടോക്സിക് റിലേഷൻഷിപ്പ് നമുക്കുണ്ടെങ്കിൽ ഈ സ്വപ്നത്തിലൂടെ നമുക്കൊരു ഹെൽത്തി ബൗണ്ടറീസ് അതിന് പ്രാക്ടീസ് ചെയ്യാനും ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമുക്ക് പരസ്പരം റെസ്പെക്റ്റോടു കൂടി മുന്നോട്ട് പോകാനും ഒക്കെ പറ്റും.
പിന്നെ പലരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബുദ്ധിമുട്ടാണ് ലവ് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഐ ലവ് യു എന്ന് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വപ്നത്തിലാണെങ്കിൽ നമുക്ക് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് പല പ്രാവശ്യം നമ്മൾ ചെയ്ത് 1 മാസമെങ്കിലും ചെയ്തതിന് ശേഷം തന്നെ നമ്മുടെ ഹാബിറ്റ് വരിക. അതേപോലെ തന്നെ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകുക, ശക്തമായ ക്ലാരിറ്റി നമുക്കുണ്ടാകുമ്പോഴത്തേക്കും ലൈഫിൽ ക്ലാരിറ്റി ഉണ്ടാകുക. ഇമോഷണൽ പെയിൻ നമുക്ക് വിടാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിനെ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്തങ്ങ് വിടാനായിട്ട് പറ്റും. ഒരു ഹീലിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ അഫെക്ഷൻ ലഭിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അഫെക്ഷനും കെയറും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. വളരെ കാര്യമായിട്ട് കെയർ കിട്ടും ഇങ്ങനെ വേഴാമ്പലിനെ പോലെ മോഹിച്ച് ദാഹിച്ചിരിക്കും. പ്രതീക്ഷിക്കുന്നത് പോലെ കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് ലൂസിഡ് ഡ്രീമിങ്ങിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കഴിഞ്ഞും കൂടുതൽ കെയർ എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ പ്രതികരണവും അതനുസരിച്ച് മാറും. നെഗറ്റീവായിട്ടുള്ള പ്രതികരണവും വിചാരങ്ങളെല്ലാം മാറും. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ പ്രസൻസ് വീണ്ടും നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. നമ്മളുടെ ഓപ്പൺനെസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഈ ഡീപ്പ് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ, അപ്പോൾ അവിടെ നമ്മളെന്താ ചെയ്യുന്നത്, ബോണ്ടിങ് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് യഥാർത്ഥത്തിൽ വളരെ മീനിങ് ഫുള്ളായിട്ടുള്ള റിലേഷൻഷിപ്പ്. പിന്നെ നിങ്ങളെ പലപ്പോഴും ജലസി സ്നേഹത്തെ ബാധിക്കുന്നുണ്ടോ, അപ്പോൾ നമുക്ക് അവിടെ സ്വപ്നത്തിൽ അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ട്രസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് ഹാർമണി കൊണ്ട് കിട്ടുന്ന സുഖം നമ്മൾ അനുഭവിച്ച് അതിലേക്ക് പോകാനായിട്ട് നമുക്കൊരു നാച്ചുറൽ ടെൻഡൻസി നമ്മുടെ മൈൻഡിലുണ്ടാകും. നമ്മുടെ മൈൻഡ് പ്രോഗ്രാം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ പാസ്റ്റ് ട്രോമ നിങ്ങളുടെ സ്നേഹത്തിന് തടസ്സമുണ്ടോ, അല്ലെങ്കിൽ സ്വപ്നത്തിൽ നമുക്ക് ഇത് വിഷ്വലൈസ് ചെയ്യുക, സ്വപ്നത്തിൽ അനുഭവിക്കുക. അപ്പോൾ ഓപ്പൺനെസ് നമുക്ക് ഒരുപാട് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വൾണറബിലിറ്റി, നമ്മുടെ ദൗർബല്യങ്ങൾ അപ്പോൾ മറ്റുള്ളവരടുത്ത് തുറന്ന് കാണിക്കാൻ പേടിയാണോ, സ്വപ്നത്തിൽ നമുക്കത് സേഫായിട്ട് ഷെയർ ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മളൊരു യാഥാർത്ഥ്യത്തിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഡീപ്പർ ലവ് എടുക്കാനായിട്ട് സ്വപ്നത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകളില്ല. പിന്നീട് നമുക്കത് റിയൽ ലൈഫിലേക്ക് നമുക്ക് ആ ഒരു ന്യൂറൽ കണക്ഷൻസൊക്കെ നമുക്കുണ്ടായി ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയൊക്കെ വർദ്ധിപ്പിച്ചതിന് ശേഷം ന്യൂറൽ പാത്ത് വേ ഉണ്ടാക്കിക്കൊണ്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് നമ്മൾ ഇമോഷണൽ ഡിസ്റ്റൻസ്. സ്വപ്നത്തിൽ നമുക്ക് പലപ്പോഴും കുറച്ചുകൂടെ ക്ലോസ്നെസ് അനുഭവിക്കുക, കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവൽ ഓഫ് ഇൻറ്റിമസിയിലേക്ക് പോവുക. പിന്നെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ആക്സെപ്റ്റൻസ് ഇല്ല. പക്ഷെ നമുക്ക് സ്വപ്നത്തിൽ നമുക്ക് അൺകണ്ടീഷണൽ സെൽഫ് ലവ് നമുക്ക് അനുഭവിക്കാം. അതുപോലെ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഇനോർമസ് ആയിട്ട് കൂട്ടാനായിട്ട്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതാക്കാനായിട്ട് സ്വപ്നത്തിൽ നമുക്ക് ലവിങ് കോൺവെർസേഷൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ഇമോഷനെ നമുക്ക് ജീവിക്കാം. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാനായിട്ടുള്ള നമ്മുടെ ആ ഒരു ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടും. നമ്മളങ്ങനെ പോസിറ്റീവായിട്ട് പ്രോഗ്രാം ചെയ്യപ്പെട്ടു. പിന്നെ അപ്രിസിയേഷൻ നമുക്ക് ലഭിക്കുന്നേ ഇല്ല. സ്വപ്നത്തിൽ ഇഷ്ടംപോലെ അപ്രിസിയേഷൻ കിട്ടുന്ന സിനാരിയോ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പോസിറ്റിവിറ്റി ഇങ്ങനെ ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കും. പിന്നെ ലോൺലിനെസ് കാരണം ഹൃദയം ക്ലോസ് ചെയ്ത് പോയ ആൾക്കാർ കാണും. അവിടെ നമുക്ക് ഈ ലവ് ഫ്ലോ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാക്കാനായിട്ട്, ഓപ്പൺനെസ് ഉണ്ടാക്കാനായിട്ട്, അപ്പോൾ ചില ആൾക്കാർ ബന്ധങ്ങളിൽ ഇൻസെക്യൂരിറ്റി അപ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് സെക്യൂർഡ് ബോണ്ടിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്, നമുക്ക് ആ ട്രസ്റ്റ് വളർത്താനായിട്ട്, അതുപോലെ തന്നെ നമുക്കൊരു ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, സ്വപ്നത്തിൽ നമുക്ക് ഒരു ജോയിയസ് ആയിട്ടുള്ള കണക്ഷൻ അനുഭവിക്കാനായിട്ട്, അപ്പോൾ അതിലൂടെ യഥാർത്ഥ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. ഇനി അതുപോലെ ലവ് സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഒരു വൈമുഖ്യം ഇല്ലാതായി പോകും. സ്വപ്നത്തിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. യഥാർത്ഥത്തിൽ ഈ റിസെപ്റ്റിവിറ്റി നമുക്ക് വർദ്ധിക്കാനായിട്ട്. അതുപോലെ പാസ്റ്റിൽ റിജക്ഷൻസ്, അപ്പം ലവ് ഒഴിവായി പോയിട്ടുള്ളത് സ്വപ്നത്തിൽ കൂടെ നമുക്കത് കുറച്ചുകൂടെ പോസിറ്റീവായി പതിയെ അനുഭവത്തിലെടുക്കാം. അപ്പോൾ കറേജ് അവിടെ നന്നായിട്ട് നമുക്ക് ഉയരും. ഇപ്പോൾ സെൽഫ് കെയർ ഇല്ലാതെ തന്നെ ലവ് തേടുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ അതല്ല വേണ്ടത്. സ്വപ്നത്തിൽ നമ്മൾ സെൽഫ് കെയർ ഒരു റൊട്ടീൻ പ്രാക്ടീസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ബാലൻസ് തനിയെ വന്നു ചേരും. നമുക്ക് അതുപോലെ തന്നെ അഫെക്ഷൻ അനുഭവിക്കുന്നതോ കൊടുക്കുന്നതോ നിങ്ങൾ കുറവാണെങ്കിൽ ഈ സ്വപ്നത്തിൽ അത് നമ്മൾ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് നമുക്കൊരു അതിൻ്റെ ഒരു വാംത്, ഊഷ്മളത നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. അതുപോലെ നമുക്ക് ഇമോഷണൽ ബ്ലോക്കുകളുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഫ്രീ ആക്കാം. അപ്പോൾ നമുക്കതുപോലെ തന്നെ മനസ്സിനെ പൂർണ്ണമായിട്ട് നമുക്ക് എക്സ്പ്രഷൻസ് പ്രാക്ടീസ് ചെയ്ത്
അപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസൊക്കെ ഉണ്ട്, അതിനെ മുഴുവൻ നമുക്ക് റിലീസ് ചെയ്യാം. ലവിന് നമുക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്ത ആൾക്കാർക്ക് 2 ദിവസം ലോകത്തിലിരുന്ന് 6 ദിവസം പിണങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് അതിന് പകരം സ്റ്റേബിൾ ബോണ്ടിങ് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് യഥാർത്ഥത്തിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും. ഇനി പാർട്ട്നേഴ്സിന് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കൊരു MD പ്രാക്ടീസസ് ചെയ്യാനായിട്ട്, കണക്ഷൻ മെച്ചപ്പെടുത്താനായിട്ട്, അപ്പോൾ ലവ് നഷ്ടപ്പെടുമോ എന്നുള്ള ആങ്സൈറ്റി, അപ്പോൾ അത് റീകിൻഡിൽ ചെയ്യുന്നതിന് പകരം യഥാർത്ഥത്തിൽ നമുക്ക് ഹോപ്പ് കൂടുതലായിട്ട് ലഭിക്കാനായിട്ട് ഇത് വളരെ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് കുറവാണ്. സ്വപ്നത്തിൽ നമുക്ക് ഡിഗ്നിഫൈഡ് സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഹെൽത്തി ലവ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇമോഷണൽ ഡിപ്പെൻഡൻസി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്വപ്നത്തിൽ ഇന്നർ ലവ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ നമുക്കൊരു ഇൻഡിപെൻഡൻസ് വളരെ കൂടുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്കൊരു ഡീപ്പ് ലവ് അനുഭവിക്കാനായിട്ട്, അപ്പോൾ സ്വപ്നത്തിൽ ഇൻറ്റൻസ് കണക്ഷൻ നമുക്ക് അതിൽ കിട്ടും. അപ്പോൾ നമുക്ക് അതിൽ വെച്ചിട്ട് നമുക്ക് ഫുൾഫിൽമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ലവ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവസരമില്ലാത്തവർക്ക് അവർക്കൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അപ്പോൾ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കറേജ്, അപ്പോൾ സത്യസന്ധമായ സ്നേഹമാണോ എന്ന് സ്വയം വിലയിരുത്താനായിട്ട്, ഡീപ്പ് ലവ് ആണോ നമ്മളിലുള്ളത് അത് നമുക്ക് സ്വയം വിലയിരുത്താനായിട്ട് പറ്റും. ബന്ധങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഈ ഒരു സ്കില്ല് പഠിച്ചെടുക്കുന്നത്, ഇപ്പോൾ കിട്ടുന്ന സമയം കൊണ്ട് അത് പഠിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് അപ്പോൾ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങളുടെ മൂഡ് അല്ലെങ്കിൽ ഒരു എംപവേർഡ് ഡേ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് വ്യക്തമായിട്ടൊന്ന് പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഓൾ ദി ബെസ്റ്റ്.